അടുത്ത ഞാൻ എൻ്റെ ഡ്രൈയിങ്ങിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് യൂണിറ്റ് ഓപ്പറേഷൻ നമ്മൾ ഗ്യാസ് അബ്സോർപ്ഷനിൽ ചെയ്ത പോലെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് ഞാൻ 1 ഇട്ട്, അപ്പുറത്തുനിന്ന് ഞാൻ 2 ഇട്ട്. ഓക്കെ അല്ലേ? എൻ്റെ സോളിഡ് ഇവിടെ കയറുന്നുണ്ട്. S1 അവിടെ എന്തായിരുന്നു, G1 G2 ഒക്കെ പറയണ പോലെ ഗ്യാസ് ഉപയോഗിക്കുകയാണ്. G2 എൻ്റെ ഔട്ട്പുട്ട് G1. ഓക്കെ അല്ലേ? S1 എൻ്റെ ഇൻപുട്ട്, S2 സോളിഡ് ഔട്ട്, G2 എൻ്റെ ഗ്യാസ് ഇന്ന്, G1 എൻ്റെ ഗ്യാസ് ഔട്ട്. അപ്പോൾ ഇതിൽ തുടക്കത്തിലൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ അവിടെ അബ്സോർപ്ഷനിലൊരു കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഡ്രൈയിങ്ങിലേക്ക് ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് പറയാം വെറ്റ് ബേസിസ് എന്നും ഡ്രൈ ബേസിസ് എന്നും. അതായത് ഞാൻ സ്പോഞ്ചിൽ കുറച്ച് വെള്ളം എടുത്ത് 80 ഗ്രാം സ്പോഞ്ചാണ്, അതിലേക്ക് 20 ഗ്രാം വെള്ളം കയറി. അപ്പോൾ എൻ്റെ വെറ്റ് സ്പോഞ്ച് എന്ന് വെച്ചാൽ 80 + 20 100 ഗ്രാം ആയിരിക്കും. വെള്ളം എത്ര കയറിയ 20. അപ്പോൾ 20/100 പറയുകയാണെങ്കിൽ അതെന്താ, വെറ്റ് ബേസാണ്. ഇനി 20/80 പറയുകയാണെങ്കിൽ, അതായത് 80 ഗ്രാം സ്പോഞ്ചിലേക്ക് 20 ഗ്രാം വെള്ളമാണ് കയറിയേക്കുന്നത്. അപ്പോൾ 20 ഗ്രാം വെള്ളമുണ്ട്, 80 ഗ്രാം ഡ്രൈ സ്പോഞ്ചും ഉണ്ട്. ഇതിന് പറയുന്നതാണ് ഡ്രൈ ബേസിസ്. അപ്പോൾ വെറ്റ് ബേസിസ് എന്ന് വെച്ചാൽ 20/20 + 80, ഡ്രൈ ബേസിസ് എന്ന് വെച്ചാൽ 20/80. അപ്പോൾ ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു നിങ്ങളോട്, മോൾ ഫ്രാക്ഷനും മോൾ റേഷ്യോ. അബ്സോർപ്ഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മോൾ ഫ്രാക്ഷനും മോൾ റേഷ്യോ. സിമിലർലി ഡ്രൈ ബേസിസ് എന്ന് പറയുന്നത് റേഷ്യോ ആണ്, വെറ്റ് ബേസിസ് എന്ന് പറയുന്നത് ഫ്രാക്ഷനാണ്. ഡ്രൈ ബേസിസ് റേഷ്യോ ആണ്, വെറ്റ് ബേസിസ് എന്ന് പറയുന്നത് ഫ്രാക്ഷനാണ്. ഫ്രാക്ഷന് നമ്മൾ എന്താ കൊടുത്തത്, ക്യാപിറ്റൽ സ്മോൾ എക്സ്. റേഷ്യോയ്ക്ക് എന്താ കൊടുത്തത്, ക്യാപിറ്റൽ എക്സ് അല്ലേ? മോൾ ഫ്രാക്ഷന് സ്മോൾ വൈ സ്മോൾ എക്സ്, റേഷ്യോയ്ക്ക് ക്യാപിറ്റൽ വൈയും ക്യാപിറ്റൽ എക്സും. അതേപോലെ ഡ്രൈ ബേസിസും വെറ്റ് ബേസിസും. ഞാൻ പറഞ്ഞു ഡ്രൈ ബേസിസ് ആണെങ്കിൽ റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ X1 ഞാൻ കൊടുക്കുന്നുണ്ട്, ക്യാപിറ്റൽ X2 ഞാൻ കൊടുക്കുന്നുണ്ട്, അതേപോലെ സ്മോൾ x1 ഞാൻ കൊടുക്കുന്നുണ്ട്, സ്മോൾ x2 ഞാൻ കൊടുക്കുന്നുണ്ട്. തീർന്നില്ല. കയറുന്ന സോളിഡിൽ ഒരു ഫ്ലോ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഡ്രൈ സോളിഡും അതിലുള്ള മോയ്സ്ചറും അടക്കമുള്ള ഫ്ലോ റേറ്റാണിത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഞാൻ ആരെ കൊണ്ടുവരികയാണ്, GSനെ പോലെ തന്നെ SS കൊണ്ടുവരികയാണ്. അപ്പോൾ 4 എണ്ണമായേ, SS, S1, X1, X1, SS, S2, X2, X2. ക്ലിയർ അല്ലേ? എന്തായിരിക്കും SS? എന്തായിരിക്കും SS? ഡ്രൈ സോളിഡ് ആയിരിക്കും SS. S1 എന്ന് വെച്ചാൽ എന്തായിരിക്കും, വെറ്റ് സോളിഡ് ആയിരിക്കും. അതായത് കയറുന്നതിലെ ഡ്രൈ സോളിഡ് പ്ലസ് വാട്ടറാണ് S1. കയറുന്നതിലെ ഡ്രൈ സോളിഡ് മാത്രമാണ് SS. ഓക്കെ അല്ലേ? കയറുമ്പോൾ എയറും അമോണിയയും, എയറും എന്ന് പറഞ്ഞ പോലെ കയറുമ്പോൾ ഉള്ള ഡ്രൈ സോളിഡും വാട്ടറും, ദെൻ ഡ്രൈ സോളിഡ് മാത്രവും. ഓക്കെയാണ്. അപ്പോൾ ഡ്രൈ സോളിഡ് ഡ്രൈ ബേസിസ് വേണം, വെറ്റ് സോളിഡ് വെറ്റ് ബേസിസ് വേണം. ഡ്രൈ സോളിഡ് ഡ്രൈ ബേസിസ് വേണം, വെറ്റ് സോളിഡ് വെറ്റ് ബേസിസ് വേണം. ഇതൊന്നും ഉറപ്പിച്ചാൽ മതി. അവിടെ ആകുമ്പോൾ GSന് ഞാൻ ക്യാപിറ്റൽ Y എടുക്കും, G1ന് സ്മോൾ y എടുക്കും, LSന് ഞാൻ ക്യാപിറ്റൽ X എടുക്കും, L1ന് ഞാൻ സ്മോൾ x എടുക്കും. സിമിലർലി SS-ന് ഞാൻ എന്തെടുക്കും, ക്യാപിറ്റൽ X എടുക്കും. കാരണം എന്താ, അതാണ് എൻ്റെ ഡ്രൈ ബേസിസ്, ഇതെൻ്റെ വെറ്റ് ബേസിസ്. കാരണം വെറ്റ് ബേസിസ് എന്ന് പറയുമ്പോൾ ഫ്രാക്ഷനാണ്, 20/100 ആണ്, 20/20 + 80 ആണ്. ഡ്രൈ ബേസിസ് എന്ന് വെച്ചാൽ റേഷ്യോ ആണ്, 20/80 ആണ്. അപ്പോൾ SS-ന് ഞാൻ ക്യാപിറ്റൽ X എടുക്കും, S1ന് ഞാൻ സ്മോൾ x എടുക്കും. SS-ന് ഞാൻ ക്യാപിറ്റൽ X, S1ന് ഞാൻ സ്മോൾ x. തീർന്നില്ല, നമുക്ക് ഗ്യാസിലേക്കും കൂടെ വരാം. G2-ന് ഇതേപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ Y2 എടുക്കാം, ക്യാപിറ്റൽ Y2 എടുക്കാം, Y1 എടുക്കാം, ക്യാപിറ്റൽ Y1 എടുക്കാം. തീർന്നില്ല, GSനെ കൊണ്ടുവരാം. അപ്പോൾ
പിന്നെ ഇവിടെ മെയിനായിട്ട് ഹ്യൂമിഡിറ്റിയാണ് ഞാൻ നോക്കുക. സൈക്രോമെട്രിക് ചാർട്ടിലുള്ള ഹ്യൂമിഡിറ്റീൻ്റെ കേസ് നമ്മൾ പറയാറുണ്ട്. ക്വസ്റ്റ്യൻസിൽ ഹ്യൂമിഡിറ്റി തന്നില്ലെങ്കിൽ സൈക്രോമെട്രിക് ചാർട്ട് വെച്ച് കണ്ടുപിടിക്കാനുള്ള ഡാറ്റാസ് തന്നിട്ടുണ്ടാവും. സൈക്രോമെട്രിക് ചാർട്ടിലേക്ക് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ അതിൻ്റെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ സ്മോൾ വൈയും ക്യാപിറ്റൽ വൈയും തന്നെ വിചാരിച്ചു. അപ്പോൾ റേഷ്യോ പോലെ തന്നെ സ്മോൾ വൈയും ക്യാപിറ്റൽ വൈയും ഞാൻ റേഷ്യോ കണക്ക് തന്നെയാണ് എടുക്കുന്നത്. വെറ്റ് ബേസിസും ഡ്രൈ ബേസിസും പോലെ തന്നെ റേഷ്യോ കണക്കാണ് എടുക്കുന്നതെങ്കിൽ സ്മോൾ വൈ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ക്യാപിറ്റൽ വൈ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ക്യാപിറ്റൽ വൈ ആണെങ്കിൽ റേഷ്യോ ആണ് വേണ്ടത്. കിലോഗ്രാം ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ എയറിലുള്ള വാട്ടറിൻ്റെ എമൗണ്ട്. അപ്പോൾ കിലോഗ്രാം വാട്ടർ ബൈ കിലോഗ്രാം ഡ്രൈ എയർ അതാണെന്ത് ക്യാപിറ്റൽ വൈ. അപ്പോൾ സ്മോൾ വൈ എന്തായിരിക്കണം, ഫ്രാക്ഷൻ ആയിരിക്കണം. കിലോഗ്രാം വാട്ടർ ബൈ എന്തായിരിക്കും, കിലോഗ്രാം വെറ്റ് എയർ. റെഡി അല്ലേ? വെറ്റ് ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താ, കിലോഗ്രാം വാട്ടർ ബൈ കിലോഗ്രാം വെറ്റ് സോളിഡ് ആണ്. അതിനാണ് ഞാൻ സ്മോൾ എക്സ് കൊടുത്തേക്കുന്നത്. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡ്രൈ ആണ്. കിലോഗ്രാം വാട്ടർ ബൈ കിലോഗ്രാം ഡ്രൈ സോളിഡ്. ഇത് ഞാൻ എയറിൻ്റെ കേസിലേക്ക് കൊണ്ടുവരികയാണ്. ക്യാപിറ്റൽ വൈ കിലോഗ്രാം വാട്ടർ ബൈ കിലോഗ്രാം ഡ്രൈ എയർ, കിലോഗ്രാം വാട്ടർ ബൈ കിലോഗ്രാം വെറ്റ് എയർ സ്മോൾ വൈ അല്ലേ. വെറ്റ് എയർ എന്ന് വെച്ചാൽ എന്താ, വാട്ടർ പ്ലസ് ഡ്രൈ എയർ കൂടിയതാണ് വെറ്റ് എയർ. അപ്പോൾ നോക്കിക്കേ, ഇത് ഫ്രാക്ഷൻ കണക്കേ, ഇത് റേഷ്യോ കണക്കേ, ഇത് ഫ്രാക്ഷൻ കണക്കേ, ഇത് റേഷ്യോ കണക്കേ. അപ്പോൾ വെറ്റ് ബേസിസ് അതേപോലെ വെറ്റ് എയർ വരികയാണെങ്കിൽ സ്മോൾ എക്സും സ്മോൾ വൈയും, ഡ്രൈ ബേസിസ് ഡ്രൈ സോളിഡും ഡ്രൈ എയറും വരികയാണെങ്കിൽ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും. ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെറ്റീരിയൽ ബാലൻസിലേക്ക് പോവാം. സോ ഞാൻ ഒന്നും കൂടെ പറയാം, ഒറ്റ കാര്യം നൊട്ടേറ്റ് ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് 1 എഴുതുക, 2 എഴുതുക. ലെഫ്റ്റിൽ 1 എഴുതിയിട്ടുണ്ട്, റൈറ്റിൽ 2 എഴുതിയിട്ടുണ്ട്. ഓക്കെ, കയറുന്നത് S1, ഇറങ്ങുന്നത് S2. കയറുന്നത് ഇവിടെ G2, ഇറങ്ങുന്നത് G1. ഓക്കെ, നോക്കിക്കേ, എസ് എന്ന് വെച്ചാൽ ഡ്രൈ സോളിഡ്. ഇറങ്ങുന്ന ഡ്രൈ സോളിഡിൻ്റെ എമൗണ്ട് മാറുന്നൊന്നുമില്ല. ഇപ്പോൾ ഞാൻ 80 ഗ്രാം സ്പോഞ്ചും 20 ഗ്രാം വാട്ടറും ഉണ്ട്. ഇറങ്ങുമ്പോൾ 80 ഗ്രാം സ്പോഞ്ചും 10 ഗ്രാം വാട്ടറുമായി. സ്പോഞ്ച് ഞാൻ കത്തിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല, അതിന് കുറച്ച് വാട്ടർ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ എസ്സിൻ്റെ എമൗണ്ട് സെയിം. അതേപോലെ GS സെയിം, നമ്മളവിടുത്തെ അതേപോലെ തന്നെ. എന്തുകൊണ്ടാണ്, കയറുന്ന ഡ്രൈ എയറിൽ ആദ്യം കുറച്ച് വാട്ടർ ഉണ്ടായിരുന്നു, ഇറങ്ങുമ്പോൾ ഡ്രൈ എയറിൽ കുറച്ചും കൂടെ വാട്ടർ കയറി വരുന്നേ ഉള്ളൂ. ഡ്രൈ എയറിൻ്റെ എമൗണ്ടിന് മാറ്റമൊന്നുമില്ല, കുറച്ച് വാട്ടർ കൂടുതൽ കയറി വന്നു. അപ്പോൾ G2 G1, വെറ്റ് എയറിന് മാറ്റം വന്ന് G2 G1, അവിടെ GS. ഓക്കെ, G2 G1 GS. സോ S1 SS S2 റെഡിയാണ്. ഇനി ഞാൻ നൊട്ടേഷനിലേക്ക് പോവാണ്. ഇതെൻ്റെ വെറ്റ് സോളിഡാണ്, ഇതിന് എനിക്ക് സ്മോൾ x1 കൊടുക്കാം. ഇതെൻ്റെ ഡ്രൈ സോളിഡാണ്, ഇതിന് എനിക്ക് ക്യാപിറ്റൽ X1 കൊടുക്കാം. G2 സ്മോൾ y2 കൊടുക്കാം, ഇതിന് ക്യാപിറ്റൽ y2 കൊടുക്കാം. ഇതിന് ക്യാപിറ്റൽ X2 കൊടുക്കാം, ഇതിന് സ്മോൾ x2 കൊടുക്കാം, ഇതിന് ക്യാപിറ്റൽ X2 കൊടുക്കാം. അതേപോലെ GSന് ക്യാപിറ്റൽ y1 കൊടുക്കാം, G1ന് സ്മോൾ y1 കൊടുക്കാം. എന്നുവെച്ചാൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ഡ്രൈ ആയിട്ട് നിൽക്കുന്നതിന് എന്ത് കൊടുക്കാം, റേഷ്യോ കൊടുക്കാം. G1 എന്ന് വെച്ചാൽ വെറ്റ് എയർ ആണ്, എന്ന് വെച്ചാൽ എയറിൻ്റെ കൂടെ വാട്ടറും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കാം, ഫ്രാക്ഷൻ കൊടുക്കുക. S1ൻ്റെ കൂടെ ഫ്രാക്ഷൻ, SS ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാണ്, റേഷ്യോ കൊടുക്കുക. GSന് റേഷ്യോ, SSന് റേഷ്യോ, S2ന് ഫ്രാക്ഷൻ, G2ന് ഫ്രാക്ഷൻ. ഓക്കെ അല്ലേ? ദെൻ S1 കയറുന്ന, S2 ഇറങ്ങുന്ന, G2 കയറുന്ന, G1 ഇറങ്ങുന്ന. സോ ഇൻപുട്ട് നോക്കുകയാണെങ്കിൽ S1 ഉണ്ട്, അപ്പുറത്ത് G2 ഉണ്ട്, S1 + G2. ഇതിലൊരു കാര്യം കൂടെ, നമ്മൾ അബ്സോർപ്ഷൻ ആണെങ്കിൽ മോൾ വെച്ചിട്ടായിരിക്കും അധികം കളിക്കുക. ഇവിടെ നമ്മൾ മാസ് വെച്ചാണ് അധികം കളിക്കുന്നത്. അങ്ങനെ തന്നെയായിരിക്കും, സോളിഡിൻ്റെ മാസ് തന്നെയാണ് വരിക. S1 G2, S1 കയറുന്ന, G2 കയറുന്ന, ലീവ് ചെയ്യുന്നത് G1 S2, G1 + S2. ഇതാണ് എൻ്റെ ഓവറോൾ മെറ്റീരിയൽ ബാലൻസ്. ഓക്കെ, ഇനി എനിക്ക് സൊല്യൂട്ട് ബാലൻസ് 2 രീതിയിലെടുക്കാം.
ഇങ്ങനെ രണ്ട് രീതിയിൽ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് സ്മോളിൽ വെച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ സ്മോളിൽ വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ S1 ഇൻറ്റു X1 പ്ലസ് G2 ഇൻറ്റു Y2 ഈക്വൽ ടു ഔട്ട്പുട്ട് S2 ഇൻറ്റു X2 ആണ് ഒരു ഔട്ട്പുട്ട്, G1 ഇൻറ്റു Y1 ആണ് അടുത്ത ഔട്ട്പുട്ട്. ക്ലിയർ ആണ്? S1 ഇൻറ്റു X1 ഇൻപുട്ട്, G2 ഇൻറ്റു Y2 എൻ്റെ ഇൻപുട്ട്, ദെൻ ഔട്ട്പുട്ട് S2 ഇൻറ്റു X2, G1 ഇൻറ്റു Y1. ക്ലിയർ ആണ്? ഓക്കെ. ഇനി നമ്മൾ പഴയ കളി SS-ൻ്റെ കൂടെ ആരെടുക്കുക? X1-നെ എടുക്കുക. GS-ൻ്റെ കൂടെ ആരെടുക്കുക? Y2-നെ എടുക്കുക. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ ഇവിടെ നിന്ന് എഴുതുന്നത് കയറുന്നത് SS ഇൻറ്റു X1 പ്ലസ് GS ഇൻറ്റു Y2 ഈക്വൽ ടു ഔട്ട്പുട്ട് SS ഇൻറ്റു X2 പ്ലസ് GS ഇൻറ്റു Y1. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഡ്രൈ എയർ ആണ് അല്ലെങ്കിൽ ഡ്രൈ ഗ്യാസ് ആണ്. ഇത് ഡ്രൈ സോളിഡ് ആണ്. ഡ്രൈ സോളിഡിന് ഡ്രൈ ബേസിസ്, ഡ്രൈ ഗ്യാസിന് കിലോഗ്രാം വാട്ടർ ബൈ കിലോഗ്രാം ഡ്രൈ എയർ, ഡ്രൈ സോളിഡിന് ഡ്രൈ ബേസിസ്. ഓക്കെ. വെറ്റ് സോളിഡ് ആണെങ്കിൽ എന്താ വെറ്റ് ബേസിസ്. റെഡി അല്ലേ? ഇനി നേരത്തെ പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യാം കേട്ടോ. ക്യാപിറ്റൽ X ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കുക? സ്മോൾ എക്സ് ബൈ 1 മൈനസ് എക്സ്. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സ്മോൾ എക്സ് ആണെങ്കിൽ ക്യാപിറ്റൽ X ബൈ 1 പ്ലസ് എക്സ്. വൈയുടെ കേസും സെയിം. ഇനി ഇതിലെനിക്ക് നേരത്തെ എഴുതിയ പോലെ തന്നെ എന്ത് ചെയ്താൽ SS ഇൻറ്റു X1 മൈനസ് X2 ഈക്വൽ ടു GS ഇൻറ്റു Y1 മൈനസ് Y2. ഓക്കെ. അവിടെ LS ബൈ GS എഴുതിയ പോലെ ഇവിടെ എനിക്ക് എന്ത് ചെയ്താൽ SS ബൈ GS ഈക്വൽ ടു Y1 മൈനസ് Y2 ബൈ X1 മൈനസ് X2. അല്ല, ഇതിനെ ഞാനൊരു സൈഡിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ SS ഇൻറ്റു X1 മൈനസ് X2 ഈക്വൽ ടു GS ഇൻറ്റു Y1 മൈനസ് Y2. സോ SS ബൈ GS നേരത്തെ എഴുതിയ പോലെ തന്നെ LS ബൈ GS എഴുതിയ പോലെ തന്നെ SS ബൈ GS ഈക്വൽ ടു Y1 മൈനസ് Y2 ബൈ X1 മൈനസ് X2, Y1 മൈനസ് Y2 ബൈ X1 മൈനസ് X2. നേരത്തെ പോലെ തന്നെ ഓർത്താൽ മതി. LS ബൈ GS ഈക്വൽ ടു Y1 മൈനസ് Y2 ബൈ, ഇവിടെ LSന് പകരം SS, സോളിഡ് ഗ്യാസ് ഓപ്പറേഷൻ. സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്ന, ബാലൻസ് ചെയ്യാൻ ഓക്കെയാണെന്ന് വിചാരിക്കുന്ന. ഇനി ഇതിലൊരു കാര്യം കൂടെ ഞാൻ പറയാം. X2 എന്ന് പറയുന്നത് എന്താണ്? കിലോഗ്രാം വാട്ടർ ബൈ കിലോഗ്രാം ഡ്രൈ സോളിഡ്. ഓക്കെ. കിലോഗ്രാം വാട്ടർ ബൈ കിലോഗ്രാം ഡ്രൈ സോളിഡ്. അപ്പോൾ SS-നെ ഞാൻ X2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ശ്രദ്ധിച്ച് കേൾക്കണേ. കിലോഗ്രാം വാട്ടർ ബൈ കിലോഗ്രാം ഡ്രൈ സോളിഡ് ആണ് X2. SS എന്ന് പറയുന്നത് ഡ്രൈ സോളിഡ് ആണ്. ഡ്രൈ സോളിഡ് ഞാൻ കിലോഗ്രാം വാട്ടർ ബൈ കിലോഗ്രാം ഡ്രൈ സോളിഡിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താ? വാട്ടറാണ്. അപ്പോൾ ഞാൻ മാറ്റി പറയാണ്, വാട്ടറാണ് ഞാനിവിടെ ബാലൻസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. SS ഇൻറ്റു X1 എന്ന് വെച്ചാൽ എന്താണ്? വാട്ടറാണ്. GS ഇൻറ്റു Y2 എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറാണ്. SS ഇൻറ്റു X2 എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറാണ്. GS ഇൻറ്റു Y1 എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറാണ്. ഓക്കെ. ക്ലിയർ അല്ലേ? SS ഇൻറ്റു X1 പ്ലസ് GS ഇൻറ്റു Y2 ഈക്വൽ ടു SS ഇൻറ്റു X2 പ്ലസ് GS ഇൻറ്റു Y1. സിമിലർലി ഇതിനകത്ത് നമ്മൾ S1 ഇൻറ്റു X1 നോക്കിക്കേ. S1 എന്ന് പറഞ്ഞാൽ എന്താ? വെറ്റ് സോളിഡാണ്. X1 എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ ബൈ വെറ്റ് സോളിഡാണ്. അപ്പോൾ X1 ഇൻറ്റു X1 ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? വാട്ടറിൻ്റെ എമൗണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ S1 ഇൻറ്റു X1, G2 ഇൻറ്റു Y2, X2 ഇൻറ്റു X2 പ്ലസ് G1 ഇൻറ്റു Y1. അപ്പോൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇറങ്ങുന്നതിലെ ഡ്രൈ എമൗണ്ട് അല്ലെങ്കിൽ ഡ്രൈ സോളിഡ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ SS ഇൻറ്റു X2 അല്ല വരിക അല്ലേ? SS ഇൻറ്റു X2 എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടറിൻ്റെ എമൗണ്ടാണ്. ഓക്കെയാണേ? വാട്ടറിൻ്റെ എമൗണ്ടാണ്. അതേപോലെ S2 ഇൻറ്റു X2 എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടറിൻ്റെ എമൗണ്ടാണ്. S2 ഇൻറ്റു 1 മൈനസ് X2 എന്ന് എഴുതുകയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? സോളിഡിൻ്റെ എമൗണ്ട് ആണെന്ന് പറയാം. ഓക്കെ. S2 ഇൻറ്റു X2 ചെയ്യുകയാണെങ്കിൽ അത് വാട്ടറിൻ്റെ എമൗണ്ടാണ്. ഞാൻ ഈ ബാലൻസ് ചെയ്തിരിക്കുന്ന എല്ലാം വാട്ടറാണ്. S2 ഇൻറ്റു 1 മൈനസ് X2 ആണെങ്കിൽ അതെന്താണ്? സോളിഡ്.
എസ് എസ് ഇൻറ്റു എക്സ്2 എന്ന് പറയുന്നത് വാട്ടറാണ്. ഡ്രൈ എന്ന് പറഞ്ഞാൽ എന്താ? എസ് എസ് ആയിരിക്കും. അവിടെ പോയിട്ട് ഇനി 1 - x2 ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ? സോ S2 ഇൻറ്റു 1 - x2 എന്ന് പറയുന്നത് എൻ്റെ ഡ്രൈ സോളിഡ് ലീവ് ചെയ്യുന്നതാണ്. അതേപോലെ S1 ഇൻറ്റു 1 - x1 എന്ന് വെച്ചാൽ ഡ്രൈ സോളിഡ് എൻ്റർ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഞാൻ അവിടെ GSന് ഇക്വേഷൻ ഉണ്ടാക്കിയായിരുന്നു. എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കിയ? G1 ഇൻറ്റു 1 - y1 അല്ലേ? സൊല്യൂട്ട് ഫ്രീ ഗ്യാസസ് ഈക്വൽ ടു G1 ഇൻറ്റു 1 - y1. അതേപോലെ തന്നെ SS ഈക്വൽ ടു എനിക്ക് എന്തെഴുതാം? S1 ഇൻറ്റു 1 - x1 എന്ന് എഴുതാം. അപ്പോൾ ഞാൻ പറഞ്ഞു S2 ഇൻറ്റു x2 എന്ന് വെച്ചാൽ എന്താണ്? മോയ്സ്ചറാണ് അല്ലെങ്കിൽ വാട്ടറാണ്. x2 ഇൻറ്റു 1 - x2 ചെയ്താലാണ് എനിക്ക് എന്ത് കിട്ടുക? സോളിഡ് കിട്ടുക. നോക്കിക്കേ, SS ഇൻറ്റു S1 ഇൻറ്റു 1 - x1 പോലെ തന്നെ എനിക്ക് എന്ത് എഴുതാം? S2 ഇൻറ്റു 1 - x2 എഴുതാം. ഇത് പല പ്രാവശ്യം ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് കത്തും. നിങ്ങൾ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ മതി, വേറൊന്നുമില്ല. SS, GS, അതേപോലെ തന്നെ LS. അപ്പോൾ ഞാൻ ആ റിലേഷൻ മാത്രം ഒന്ന് നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം. SS ഈക്വൽ ടു S1 ഇൻറ്റു 1 - x1. SS ഈക്വൽ ടു S2 ഇൻറ്റു 1 - x2. റെഡി അല്ലേ? GS ഈക്വൽ ടു G1 ഇൻറ്റു 1 - y1. GS ഈക്വൽ ടു G2 ഇൻറ്റു 1 - y2. ഇത്ര ഞാൻ പറഞ്ഞുകൊണ്ട് വന്നുള്ളൂ. അതായത് S1 ഇൻറ്റു x1 എന്ന് പറയുന്നത് മോയ്സ്ചറാണ് അല്ലെങ്കിൽ വാട്ടറാണ്. അപ്പോൾ S1 ഇൻറ്റു 1 - x1 എന്ന് പറയുന്നതാണ് എന്ത്? എൻ്റെ ഡ്രൈ സോളിഡ്. ഓക്കെ അല്ലേ? SS ഈക്വൽ ടു S1 ഇൻറ്റു 1 - x1 അല്ലെങ്കിൽ SS ഈക്വൽ ടു S2 ഇൻറ്റു 1 - x2. സോ ലീവ് ചെയ്യുന്നതിലെ ഡ്രൈ സോളിഡിൻ്റെ എമൗണ്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? S2 ഇൻറ്റു 1 - x2 ആയിരിക്കും. അങ്ങനെ പഠിച്ചാലും മതി, അല്ലെങ്കിൽ SS ആണെന്ന് പഠിച്ചാലും മതി. ഓക്കെ, ഇനി ഇതേപോലെ വേണമെങ്കിൽ തിരിച്ച് നമുക്ക് എക്സ്പ്രഷൻ ഉണ്ടാക്കാം. S1 ഈക്വൽ ടു എന്ത് എഴുതാം? SS ഇൻറ്റു 1 പ്ലസ് x1. അതായത് ഡ്രൈ സോളിഡിൽ നിന്ന് വെറ്റ് സോളിഡിലേക്ക് പോവുകയാണെങ്കിൽ SS ഇൻറ്റു 1 പ്ലസ് ക്യാപിറ്റൽ X1. ഞാൻ നേരത്തെ അബ്സോർപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഓർത്താൽ മതി, ഏതാണോ വലുത് വെറ്റാണ് വലുത്. അപ്പോൾ ഡ്രൈയുടെ കൂടെ ഞാൻ ആഡ് ചെയ്യണം. ഇവിടെ ഡ്രൈ ആണ്, അപ്പോൾ വെറ്റെന്ന് ഞാൻ മൈനസ് ചെയ്യണം. ഇങ്ങനെ ഓർത്താലും മതി. ഓക്കെയാണ് വിചാരിക്കുന്നത്. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിക്കോളും. അപ്പോൾ അതിൽ ഞാനൊരു കാര്യം കൂടെ പറയുകയാണ്. SS ബൈ GS ഈക്വൽ ടു y1 - y2 ബൈ x1 - x2. ആ ഒരു ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. അബ്സോർപ്ഷൻ ആണെങ്കിൽ LS ബൈ GS ഈക്വൽ ടു y1 - y2 ബൈ x1 - x2 ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അബ്സോർപ്ഷൻ്റെ കേസിൽ ഞാൻ സൊല്യൂട്ടാണ് ബാലൻസ് ചെയ്തത്. ഇവിടെ ഞാൻ സൊല്യൂട്ടല്ല, തുടക്കത്തിൽ സൊല്യൂട്ട് എന്ന് പറഞ്ഞു പോയോ എന്നൊരു ഡൗട്ടുണ്ട്. വാട്ടറാണ് ഞാൻ ബാലൻസ് ചെയ്തേക്കുന്നത്. അതായത് SS ഇൻറ്റു x1 എന്ന് പറയുമ്പോൾ വാട്ടറാണ്. S1 ഇൻറ്റു സ്മോൾ x1 എന്ന് പറയുന്നതും വാട്ടറാണ്. S2 ഇൻറ്റു സ്മോൾ x2 എന്ന് പറയുന്നതും വാട്ടറാണ്. GS ഇൻറ്റു സ്മോൾ y1 എന്ന് GS ആണെങ്കിൽ ക്യാപിറ്റൽ y1, G1 ആണെങ്കിൽ സ്മോൾ y1, G2 ആണെങ്കിൽ സ്മോൾ y2, GS ആണെങ്കിൽ ക്യാപിറ്റൽ y2. അപ്പോൾ നിങ്ങൾ ബാലൻസ് ചെയ്ത കേസിൽ നിങ്ങൾ ഇത്രയും മാത്രം ഒന്ന് ഓർത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ഞാൻ മോയ്സ്ചറിനെയാണ് ഞാൻ ബാലൻസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഞാൻ സൊല്യൂട്ട് എന്നാണ് പറഞ്ഞത്, കാരണം ഇവിടെ കുറവുള്ളത് വാട്ടറാണ്. കുഴപ്പമൊന്നുമില്ല സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കണേ, എൻ്റെ മോയ്സ്ചറിനെയാണ് ഞാൻ ബാലൻസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വാട്ടറിനെയാണ്. ഞാൻ കയറുന്നതിൽ വാട്ടർ, ഇറങ്ങുന്നതിൽ വാട്ടർ. എയർ ആണെങ്കിലും കയറുന്നതിൽ വാട്ടർ, കയറുമ്പോഴുള്ള ഹ്യൂമിഡിറ്റിയാണ് എൻ്റെ വാട്ടറായിട്ട് നോക്കുന്നത്. വാട്ടറാണ് ഞാൻ ബാലൻസ് ചെയ്തിരിക്കുന്നത്. അതായത് കയറുന്ന എയറിൽ കുറച്ച് വാട്ടറുണ്ട്, കയറുന്ന സോളിഡിലും കുറച്ച് വാട്ടറുണ്ട്. ഇറങ്ങുന്ന സോളിഡിൽ വാട്ടർ കുറഞ്ഞിട്ടുണ്ട്, ഇറങ്ങുന്ന ഗ്യാസിൽ വാട്ടർ കുറച്ച് കൂടിയിട്ടുണ്ട്. ആ വാട്ടറിനെയാണ് ഞാൻ ബാലൻസ് ചെയ്തേക്കുന്നത്. ഒന്ന് സെറ്റാക്കി വയ്ക്കുക. SS S1 നിങ്ങൾ അബ്സോർപ്ഷനായിട്ട് കമ്പയർ ചെയ്തിട്ട് സെറ്റാക്കി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.